ഘോരമായിട്ടുള്ള വളരെ പ്രയാസമേറിയ ഒരു യുദ്ധം വരാനുണ്ട്. ആ യുദ്ധം ഏതാണെന്നോ? അൽ മുജാഹദത്തുൻ നഫ്സ്, സ്വന്തം ആത്മാവിനോടുള്ള യുദ്ധം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ ആ സമര വീതിയിൽ പക്വതയാർന്ന സമരത്തിന് ശേഷം 4 പതിറ്റാണ്ട് കൊണ്ട് പക്വതയെ നേടിയെടുത്ത ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുന്നിൽ ഉണർത്തിയ ആ ഒരു മുജാഹദത്തുൻ നഫ്സ്, ആത്മാവിനോടുള്ള യുദ്ധം, അവിടെയാണ് നമ്മുടെ ഈ സമരമാണ് ജീവിതം എന്നുള്ള പ്രമേയത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ഹുജ്ജത്തുൽ വദാ വസാലി ഇമാം റളിയല്ലാഹു അൻഹു ഉണർത്തുകയുണ്ടായി. മനുഷ്യൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു കുളത്തിന്റെ വക്കത്ത് കൂടി, ഒരു വഴുക്കലുള്ള കുളത്തിന്റെ വക്കത്ത് കൂടി നടക്കുന്നത് പോലെയാണ്. വഴുക്കലുള്ള കുളത്തിന്റെ വക്കത്ത് കൂടെ നടക്കുമ്പോൾ തീർച്ചയായും വഴുതി കുളത്തിലോട്ട് വീണുപോകും. ആയതുകൊണ്ട് നീന്താൻ അറിഞ്ഞിരിക്കണം. തീർച്ചയായും ഈ സംഘടന, ഈ സമരഭീതിയിൽ, ഈ മുജാഹദത്തുൻ നഫ്സി എന്ന് പഠിപ്പിച്ച ആശയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് 100 കണക്കിന് യൂണിറ്റുകളിലും സെക്ടറുകളിലും ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഗൾഫ് റീജിയനുകളിലും MSO ആയും SSF ആയും RC ആയും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആത്മനിയന്ത്രണമാണ്. അതൊരു വിദ്യാലയത്തിലൂടെയാണ്, അത് നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്, അത് നാം സഹവസിക്കുന്ന നമ്മുടെ റൂമുകളിലാണ്. നാം എവിടെയെല്ലാമാണോ അവിടെയെല്ലാം നീന്താൻ ബഹുമാനപ്പെട്ട വസാലി ഇമാം പഠിപ്പിച്ചതുപോലെ നീന്താൻ പഠിപ്പിക്കുകയാണ്. നീന്താൻ അറിയാതെ ഈ ഗൾഫിൽ നാം ഒരിക്കലും കാലെടുത്ത് വെക്കരുത്. നീന്താൻ അറിയാതെ നാം ഒരിക്കലും മറ്റൊരു മേഖലയിലോട്ട് കാലെടുത്ത് വെക്കരുത്. ഇത്തരം രീതികളാണ് ഈ ധർമ്മ വിപ്ലവ രീതിയിൽ നമ്മെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പണ്ഡിതന്മാർ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് പ്രബോധനം നേടിയെടുത്ത കേരളത്തിന്റെ തനതായ യഥാർത്ഥ ഇസ്ലാമിന്റെ പാരമ്പര്യം ലഭിച്ച കേരളത്തിലെ സ്വഹാബത്തും ആ സ്വഹാബത്തിൽ നിന്ന് പിൻതലമുറകളായി വന്ന പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി പറയുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഉള്ളാള തങ്ങള്, അവരെല്ലാം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും എല്ലാം പാദസ്പർശം കൊണ്ട് പുളകിതമായ കേരളത്തിന്റെ പടയോട്ട മണ്ണിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ആത്മീയ നേതൃത്വത്തിന്റെ ഉള്ളാൾ തങ്ങളുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലൂടെ നാം ഇവിടെ അണിനിരക്കുന്നത്. ഏതെങ്കിലും താൽക്കാലികമായ ഏതെങ്കിലും നവോത്ഥാനവാദികളുടെ എന്തെങ്കിലും താൽക്കാലികമായ യുക്തിപരമായിട്ടുള്ള പ്രബോധന മേഖലകളല്ല. ഇതിന് യുക്തിക്കപ്പുറം ആത്മീയമായ സാന്നിധ്യങ്ങളുണ്ട്. ഇതൊരു അനന്തമായ സാഗരമാണ്, കേവലം ഒരു കുളമല്ല. അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു തുഴയോടാണ്. ആ പുഴ ബന്ധപ്പെട്ടിരിക്കുന്നത് അനന്തമായ സാഗരത്തിലാണ്. ആ സാഗരത്തിൽ പർവ്വതങ്ങളുണ്ട്, മുത്തുകളുണ്ട്. അത് നേടിയെടുക്കണം. അതാണ് നമ്മുടെ അവസാന ജീവിതത്തിന്റെ വിജയം. അതിനാവട്ടെ നമ്മുടെ ഈ സമരമാണ് ജീവിതം എന്ന ഈ ആശയം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ ഈ എളിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.